കോവിഡ് കാലത്ത് നമ്മളെല്ലാം മുഖത്ത് വെച്ച് നടന്നിരുന്ന ഒന്നാണ് മാസ്കുകൾ ഇപ്പോഴും പലരും വയ്ക്കുന്നുണ്ട്. കാരണം രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രോഗാണുക്കൾ പടരാതിരിക്കാനായിട്ടൊക്കെ. മാസ്ക് എന്ന് പറയുമ്പോൾ മുഖംമൂടിയാണ്. മുഖംമൂടി നമ്മുടെ മുഖത്തെ മറച്ചു കളയുന്ന ഒന്നാണ്. മുഖത്തിൻ്റെ ആ സ്വാഭാവികതയെ അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യത്തെയൊക്കെ മറച്ചു കളയുന്ന ഒന്നാണല്ലോ മാസ്ക്. നമുക്കറിയാം, സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ യേശു പറയുന്ന എല്ലാ വചനങ്ങളിലും പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് കാപട്യത്തെ ഒഴിവാക്കുക എന്നുള്ളത്. ഫരിസേയർ, നിയമജ്ഞർ, അന്നത്തെ കാലത്തെ പുരോഹിത പ്രമാണികൾ അല്ലെങ്കിൽ പ്രമുഖരെന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾ, അവരുടെ മുഖത്തൊക്കെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം യേശുവിൻ്റെ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കപടനാട്യക്കാരെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എതിരെ വളരെ വലിയ വിരൽ ചൂണ്ടുകയും അവരെ ചാട്ടവാറെടുത്ത് ദേവാലയത്തിലൊക്കെ ശുദ്ധീകരണം നടത്തുകയൊക്കെ ചെയ്യുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കാപട്യത്തെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് വലിയൊരു നോമ്പ് ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാപട്യം ഒഴിവാക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? വിശുദ്ധിയിലാണ്. മാസ്ക് എടുത്തു മാറ്റുമ്പോൾ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണല്ലോ വിശുദ്ധി എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ കാപട്യത്തിൻ്റെ കറകളൊന്നും ഇല്ലാതെ എൻ്റേതായിട്ടുള്ള പൂർണ്ണതയിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിനെ വിശുദ്ധി എന്ന് വിളിക്കാം, അതിന് സുതാര്യത എന്നും വിളിക്കാം. സുതാര്യമായിട്ടുള്ളൊരു മനസ്സും ഒരു ഹൃദയവുമുള്ള വ്യക്തികൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടും. ട്രാൻസ്പെറൻസി ഈസ് നെക്സ്റ്റ് ടു സാങ്ക്ടിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സുതാര്യത വിശുദ്ധിയോളം ചേർന്ന് കിടക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ സുതാര്യതകൾ നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ഉള്ളിലാവാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവാം, മക്കൾ മാതാപിതാക്കൾ തമ്മിലാവാം, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ ജോലി സ്ഥലങ്ങളിലാവാം, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്കൂളുകളിലാവാം, പഠിക്കുന്ന കുട്ടികളിലാവാം. കാപട്യം കടന്നു വരുമ്പോൾ, മാസ്കുകൾ കടന്നു വരുമ്പോൾ സുതാര്യത നഷ്ടപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ സുതാര്യത ഇല്ലാതായി തീരുമ്പോൾ ജീവിതത്തിൽ വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ മാസ്കുകൾ നമ്മൾ വയ്ക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നേട്ടങ്ങളാവാം. പക്ഷേ മാസ്കുകൾ പലപ്പോഴും നമ്മൾ താൽക്കാലികമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റുകാരായി വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് സുതാര്യതയുള്ളവരായിട്ട് തീരുക, വിശുദ്ധിയുള്ളവരായിട്ട് തീരുക, ഈ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മുഖംമൂടികളെ മാറ്റി കാപട്യത്തെ ഒഴിവാക്കി കുറെ കൂടെ വിശുദ്ധിയുടെ പുണ്യത്തെ ജീവിതത്തിൽ പകർത്തിവെക്കാനായിട്ട് കഴിയുന്ന ഒരു നല്ല കാലമായിട്ട് മാറട്ടെ നോമ്പിൻ്റെ കാലം എന്ന് പ്രാർത്ഥിക്കുന്നു.